ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ ഡൈപ്പറില്ലേ, അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ജെല്ല് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വേർതിരിച്ചെടുത്ത് അതിൽ ഉപ്പിട്ട് നല്ലപോലെ മിക്സാക്കി വെച്ചാൽ 3-4 മണിക്കൂർ കഴിയുമ്പോൾ അത് അരിഞ്ഞു വെള്ളമായി പോകുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, അത് നമുക്ക് എവിടെയെങ്കിലും ഒഴിച്ച് കളഞ്ഞാൽ അത് അങ്ങനെ ഡിസ്പോസ് ചെയ്യാൻ കഴിയും അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോസൊക്കെ നമ്മളിങ്ങനെ യൂട്യൂബിൽ കാണുന്നുണ്ട്. അപ്പോൾ അത് വർക്കിംഗ് ആണോ, എന്താ അതിൻ്റെ അവസ്ഥ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ഈ ഡൈപ്പറിൻ്റെ ഉള്ളിലത്തെ ജെല്ലും അതിൻ്റെ ഉള്ളിലത്തെ പ്ലാസ്റ്റിക്കൊക്കെ സെപ്പറേറ്റ് ഇങ്ങനെ വേർതിരിച്ചിട്ടുണ്ട്. ഇത് അതിൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റിയ പ്ലാസ്റ്റിക്കും ഇത് ആ ജെല്ലുമാണ് കേട്ടോ. ഇനി നമ്മളിതിൽ ഉപ്പിട്ട ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് നേരം വെക്കും കേട്ടോ. നമ്മളതിൽ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ നമ്മളൊന്ന് ഒരു കമ്പ് കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 3-4 മണിക്കൂർ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇത് നമ്മളെ ജെല്ല് മാറ്റിയതിന് ശേഷമുള്ള അതിൻ്റെ പ്ലാസ്റ്റിക്കാണ് കേട്ടോ. അത് നമ്മളിങ്ങനെ സെപ്പറേറ്റ് വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നല്ലപോലെ വെയിലത്തിട്ട് ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് കത്തിക്കാനൊക്കെ പറ്റും. പക്ഷേ നമ്മളിത് കത്തിക്കാൻ അത്ര നല്ലതല്ലല്ലോ, പ്ലാസ്റ്റിക് അല്ലേ. അപ്പോൾ പ്രകൃതിക്ക് ദോഷമാണ്. അത് മാത്രമല്ല, കത്തിക്കുന്നത് കൊണ്ട് അത്ര വലിയ ഒരു നല്ല കാര്യമല്ല അത്. അപ്പോൾ നമുക്കിത് കത്തിക്കേണ്ട, പകരം നമുക്ക് വേസ്റ്റൊക്കെ എടുക്കാൻ വരുമല്ലോ, അപ്പോൾ അവർക്ക് നമുക്കത് കൊടുത്തേക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് വെള്ളത്തിൽ ഇത് നല്ലപോലെ ഒന്ന് മുക്കി വെച്ച ശേഷം എന്തെങ്കിലും ഒരു ലിക്വിഡ് സ്മെല്ലുള്ള നല്ല എന്തെങ്കിലും ഒരു ലിക്വിഡ് കുറച്ച് ഒഴിച്ച് വെച്ച ശേഷം ഇത് നല്ലപോലെ അതിലൊന്ന് കുതിർത്തി വെക്കും കുറച്ച് നേരം. അതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് വെയിലത്ത് വെച്ച് 2 ദിവസം ഉണക്കിയെടുക്കുക ചെയ്യുക കേട്ടോ. അവൻ അതിൽ ലിക്വിഡ് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഇപ്പോൾ ഒന്ന് കുതിർത്തി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ഇട്ടാണ് നമ്മൾ വെയിലത്തിട്ട് ഉണക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഉണങ്ങി വരാനായിട്ട് 2 ദിവസം എടുക്കും. അപ്പോൾ എനിക്കിത് നല്ലപോലെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇത് 2 ദിവസം വെയിലത്തിട്ട് ഉണക്കിയെടുത്തതാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇതിന് യാതൊരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല ക്ലീനായിട്ടാണ് ഇതിരിക്കണേ. ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇട്ട് കത്തിക്കാം, പക്ഷേ അത് നല്ലതല്ലല്ലോ. അതുകൊണ്ട് ഞാൻ കത്തിക്കുന്നില്ല. ഞാനിവിടെ വേസ്റ്റ് എടുക്കാൻ വരുന്നവർക്ക് ഇങ്ങനെ കൊടുത്തേക്കുക ചെയ്യുക കേട്ടോ. നമ്മൾ നേരത്തെ ഉപ്പിട്ട് വെച്ച ജെല്ലൊക്കെ നല്ലപോലെ അലിഞ്ഞിപ്പോൾ ഇത് വെള്ളമായിട്ടുണ്ട്. പിന്നെ ഇതിലിങ്ങനെ വെള്ള കളറിൽ ഇങ്ങനെ കാണുന്നത് അത് പഞ്ഞിയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലത്തെ പഞ്ഞിയാണ്. അത് കുഴപ്പമില്ല, അതങ്ങനെ കിടന്നോട്ടെ. അത് ബാക്കിയൊക്കെ അലിഞ്ഞ് വെള്ളമായിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളം മുറ്റത്ത് ഒഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ചെടീൻ്റെ ചുവട്ടിൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒഴിക്കുമ്പോൾ ഇതിൽ കാണുന്നത് വെള്ള കളറിൽ കാണുന്നത് ആ പഞ്ഞിയാണ്. ബാക്കിയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ അരിഞ്ഞ ഈ വെള്ളമൊക്കെ ഒഴിച്ച് പോയി. ഇപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ കാണുന്നൊരവസ്ഥയാണ് ഇപ്പം നിങ്ങളിതിൽ കാണുന്നത്. അതായത് ഈ ജെല്ലൊക്കെ പഴയ പടി തന്നെ വീണ്ടും ആയി കിടക്കുകയാണ്. അതായത് ഉപ്പിട്ട് വെച്ചിട്ട് ഈ ജെല്ല് അലിഞ്ഞ് വെള്ളം പോലെ ആയിന്. പക്ഷേ ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇത് ജെല്ലായി തന്നെ ഇങ്ങനെ കിടക്കുകയാണ്. ഇതിൽ നിന്നിപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റണമെന്ന് വെച്ചാൽ, ഉപ്പിട്ടാൽ ഈ ജെല്ല് അലിഞ്ഞു പോകും എന്നുള്ളതൊരു ശാശ്വതമായ ഒരു പരിഹാര രീതിയല്ല ഒരിക്കലും. ഇതത്ര ഒരു നല്ല കാര്യമല്ല എന്നാണ് ഇതിപ്പോൾ മനസ്സിലാക്കാൻ പറ്റണത്. അപ്പോൾ കഴിയണതും നമ്മളൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാമ്പേഴ്സിൻ്റെയൊക്കെ ഉപയോഗം കുറയ്ക്കുക. അപ്പോൾ ഇതിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നേരത്തെ വെള്ളം ഒഴിക്കുമ്പോൾ അത് ശരിക്കും ഒരു ലിക്വിഡായിരുന്നു. ഇതിപ്പോൾ കാണുന്നത് പിറ്റേ ദിവസത്തേതാണ് കേട്ടോ. പിറ്റേ ദിവസം അത് ശരിക്കും നന്നായിട്ട് എടുത്തറിയുന്നുണ്ട്. കണ്ടില്ല, ഇത് പിറ്റേന്നത്തേതാണ് കേട്ടോ. ശരിക്കും അത് നല്ല വ്യക്തമായിട്ട് നല്ല പോലെ തന്നെ അത് ജെല്ലായിട്ട് കിടക്കുകയാണ്. നല്ലപോലെ എടുത്തറിയുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് കുറച്ച് ദിവസം മുന്നേ ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളിങ്ങനെ ചെടീൻ്റെ ചുവട്ടിൽ ഒഴിച്ചപ്പോൾ ആണ് ഇതിങ്ങനെ കാണാനിടയായത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. അപ്പം കണ്ട ആ ഒരു ഇതാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അതിപ്പോഴും അവിടെ തന്നെ ഉണ്ട്. നനവ് തട്ടുമ്പോൾ അത് നല്ലപോലെ വീർത്ത് ജെല്ല് ഇതാവുന്നുണ്ട്. പിന്നെ വെയിൽ തട്ടുമ്പോൾ അത് ഈ ഒരു കോലത്തിലോട്ട് മാറുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇത് ശാശ്വതമായൊരു പരിഹാര രീതിയല്ല. ഇപ്പം കഴിയണത് നമ്മൾ ഇതിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിന് പറ്റിയൊരു മാർഗം. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റൊക്കെ ചെയ്യുക. ഇനി ഇതുപോലുള്ള വീഡിയോസായിട്ട് വരുന്നതായിരിക്കും.